യൂത്ത് കോൺഗ്രസ് നേതാവിനെ കുന്നംകുളം പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന്. തൃശൂർ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് വിഎസിനെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. സുജിത് വിഎസിനെ മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇന്ന് തന്നെ കർശന നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പോലീസിലെ ക്രിമിനലുകളെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് കെപിസിസി അധ്യക്ഷൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനതല പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ്. സുജിത്തിനെ കുന്നംകുളം പോലീസ് ക്രൂരമായി മർദ്ദിച്ച ദൃശ്യം കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. സിപിഎമ്മും അവരെ നിയന്ത്രിക്കുന്ന ഉപജാപക സംഘങ്ങളുമാണ് ഇത്തരം സംഘങ്ങളെ വളർത്തുന്നത്. നരാധമന്മാർ സ്വന്തം വകുപ്പിലെ ഉദ്യോഗസ്ഥരെന്ന് പറയുന്നതിൽ മുഖ്യമന്ത്രിക്ക് ലജ്ജ തോന്നുന്നില്ലേ എന്നും സതീശൻ ചോദിച്ചു. കാക്കിയിട്ട ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്നും സുജിത്തിന് ക്രൂരമർദ്ദനമേറ്റെന്ന അന്വേഷണ റിപ്പോർട്ടുണ്ടായിട്ടും മതിയായ നടപടിയെടുത്തില്ലെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഈ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ടതാണ്. ഇവര് പോലീസ് സേനയിൽ അംഗങ്ങളായി തുടർന്ന് പ്രവർത്തിക്കാൻ ഇവർക്ക് അർഹതയില്ല. ഞങ്ങൾ സമരം ചെയ്തും നിയമപരമായ പോരാട്ടങ്ങൾ നടത്തിയും ഞങ്ങൾ ഈ വിഷയത്തിൽ നീതിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. മൃഗങ്ങൾ കാണിക്കുന്ന ഒരു കരുണ പോലും ഈ യൂത്ത് കോൺഗ്രസിന്റെ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റിനോട് പോലീസ് കാണിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കണം. സുജിത്തിനെതിരെ മനഃപൂർവ്വമായി കള്ളക്കേസെടുത്തെന്ന് യൂത്ത് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. 2 കൊല്ലമായി ഇന്ന് വരെ ആ FIR-ൽ ഒരു ചാർജ് ഷീറ്റ് പോലും സമർപ്പിക്കാൻ കേരളത്തിലെ പോലീസ് സേനയ്ക്കോ കുന്നംകുളത്തെ പോലീസ് സേനയ്ക്കോ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അയാളെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കള്ളക്കേസായിരുന്നു എന്നുള്ളത് തെളിയുകയാണ്. മീഡിയ 1 തൃശൂർ.